ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ എങ്ങനെയാണ് ക്രെഡിറ്റ് സെയിൽ ചെയ്യുന്നത്, കസ്റ്റമർ ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ആ സെയിൽ എങ്ങനെ നമുക്ക് റീറ്റെയിൽ ഡയറി സോഫ്റ്റ്വെയറിൽ മാർക്ക് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് സെയിൽ പാനൽ ഓപ്പൺ ചെയ്യുക. സെയിൽ പാനൽ ഓപ്പൺ ചെയ്ത് ഇതിൽ ക്രെഡിറ്റിൽ വാങ്ങുമ്പോൾ എപ്പോഴും കസ്റ്റമറിനെ ആഡ് ചെയ്യണം. സോ ഞാനൊരു കസ്റ്റമറിനെ ആഡ് ചെയ്യുവാണ്. രമ്യ ഈസ് മൈ കസ്റ്റമർ നെയിം. കോണ്ടാക്ട് നമ്പർ കൊടുക്കുവാണ്. കസ്റ്റമർ സേവ് ചെയ്തു. പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോവാണ്. This product is expired. അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് യു ആർ നോട്ട് അലൗഡ് ടു സെയിൽ എക്സ്പയർഡ് പ്രൊഡക്റ്റ്. ഓക്കെ, വേറൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ ക്വിക്ക് പേ അല്ല, ക്വിക്ക് പേ ആണെങ്കിൽ ക്യാഷ് പേയ്മെൻ്റ് ആണെങ്കിൽ മാത്രമേ ക്വിക്ക് പേയിൽ ക്ലിക്ക് ചെയ്യാവുള്ളൂ. ഇതിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു. പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്രെഡിറ്റ് കസ്റ്റമർ, ഇതാണ് ക്രെഡിറ്റ് കസ്റ്റമർ ഓപ്ഷനിൽ സെലക്ട് ചെയ്തു. ക്രെഡിറ്റ് ഇൻ ടൈംസ്, എത്ര ദിവസമാണ് ക്രെഡിറ്റ് കൊടുക്കുന്നത് ആ കസ്റ്റമർക്ക്, ക്രെഡിറ്റ് ഡേറ്റ്സ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ എമൗണ്ട് ആഡ് ചെയ്യുക, സേവ് ചെയ്യുക. സെയിൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആയി. യെസ്, ഇത് ബില്ലിൽ ക്രെഡിറ്റ് പെയ്ഡ് എമൗണ്ട്, പെൻഡിങ് എമൗണ്ട് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ബില്ല് എഡിറ്റിങ്ങിൽ നമുക്കത് പോസിബിൾ ആണ്. ഇനി വീണ്ടും രമ്യ കസ്റ്റമറിനെ എടുക്കുക. നമ്മൾ സെയിൽ പാനലിൽ തന്നെ കാണിക്കും ഈ കസ്റ്റമറിന്റെ കറണ്ട് ബാലൻസ് എത്രയാണെന്ന്. ഈ കസ്റ്റമർ എനിക്ക് തരാനുള്ള ബാലൻസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഒരു കസ്റ്റമർ ക്രെഡിറ്റിലുണ്ടെങ്കിൽ ക്രെഡിറ്റ് ആ കസ്റ്റമറിൻ്റെ നെയിം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ക്രെഡിറ്റ് ബാലൻസ് സെയിൽ പാനലിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് മോഡിൽ ക്രെഡിറ്റ് കസ്റ്റമർ സെലക്ട് ചെയ്യുവാണെങ്കിൽ കസ്റ്റമർ വാങ്ങുന്ന ബില്ല് ക്രെഡിറ്റിലായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.